വിവാദങ്ങൾക്കൊടുവിൽ ജെ.എസ്.കെ പ്രേക്ഷകരിലേക്ക് റിലീസ് തീയതി പ്രഖ്യാപിച്ചു. ആവേശത്തോടെ ആരാധകർ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തൂ. സുരേഷ് ഗോപി നായകനായ ജെ.എസ്.കെ ജാനകി വിസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രം ജൂലൈ 17-ന് തിയേറ്ററുകളിലെത്തും. നടൻ സുരേഷ് ഗോപി തന്നെയാണ് ഇക്കാര്യം പുറത്തുവിട്ടത്. നേരത്തെ വലിയ വിവാദങ്ങൾക്കൊടുവിൽ ശനിയാഴ്ചയായിരുന്നു ചിത്രത്തിന് സെൻസർ ബോർഡിന്റെ പ്രദർശനാനുമതി ലഭിച്ചത്. UA-16+ സർട്ടിഫിക്കറ്റാണ് ചിത്രത്തിന് സെൻസർ ബോർഡ് നൽകിയിരിക്കുന്നത്. സെൻസർ ബോർഡ് നിർദ്ദേശങ്ങൾ പ്രകാരമുള്ള എഡിറ്റ് ചെയ്ത പതിപ്പാണ് സർട്ടിഫിക്കേഷനായി അയച്ചിരുന്നത്. കഥാപാത്രത്തിന്റെ പേരിനൊപ്പം ഇനിഷ്യൽ ചേർക്കണമെന്നും ചിത്രത്തിന്റെ അവസാന ഭാഗത്തെ ക്രോസ് വിസ്താരണത്തിനിടെ ജാനകി എന്ന് ഉപയോഗിക്കുന്നത് ഒഴിവാക്കണമെന്നുമായിരുന്നു സെൻസർ ബോർഡിന്റെ ആവശ്യം. ടൈറ്റിലിൽ മുഴുവൻ പേരായ ജാനകി വിദ്യാധരൻ എന്നോ ജാനകി വി എന്നോ ഉപയോഗിക്കണമെന്നും ഇതുപോലെ 96 കട്ടുകൾക്ക് പകരം കോടതിരംഗത്തിൽ ഒരു ഡയലോഗ് മ്യൂട്ട് ചെയ്യണമെന്നും സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടിരുന്നു. ഈ മാറ്റങ്ങൾക്കെല്ലാം ഉൾപ്പെടുത്തിയാണ് ചിത്രം റീ-എഡിറ്റ് ചെയ്തത്. തുടർന്ന് വെള്ളിയാഴ്ച തന്നെ സെൻസർ ബോർഡ് ചിത്രം കണ്ടു വിലയിരുത്തി. ഇതിന് പിന്നാലെ ശനിയാഴ്ചയാണ് പ്രദർശനാനുമതി നൽകിയത്. ചിത്രത്തിന്റെ നിർമ്മാണത്തിന്റെ ഒരു ഘട്ടത്തിലും പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധിയിലാണ് പേരിനെ ചൊല്ലി നേരിടേണ്ടി വന്നതെന്ന് ചിത്രത്തിന്റെ സംവിധായകൻ പ്രവീൺ നാരായണൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കഥാപാത്രത്തിന്റെ പേര് ജാനകി വിദ്യാധരൻ പിള്ള എന്നായതുകൊണ്ടാണ് ജാനകി വി എന്ന് ചേർക്കാൻ പറഞ്ഞത്. ജാനകി പ്രഭാകരൻ എന്നായിരുന്നുവെങ്കിൽ ജാനകി പി എന്നാക്കാൻ പറഞ്ഞതെന്ന്. കോടതിയിൽ ജാനകി വിദ്യാധരൻ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. എന്തിനാണ് കടുംപിടുത്തം പിടിച്ചതെന്ന് അറിയില്ലെന്നും പ്രവീൺ പറഞ്ഞു. സുരേഷ് ഗോപിക്ക് പുറമെ അസ്കർ അലി, മാധവ് സുരേഷ് ഗോപി, ബൈജു സന്തോഷ്, ജയൻ ചേർത്തല, ജോയ് മാത്യു, അഭിലാഷ് രവീന്ദ്രൻ, രജിത് മേനോൻ, നിസ്താർ സേട്ട്, വൈഷ്ണവി രാജ്, മേധാ പല്ലവി, കോട്ടയം രമേശ്, ദിലീപ്, ബാലാജി ശർമ്മ എന്നിവരാണ് ചിത്രത്തിലെ മറ്റു താരങ്ങൾ. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലാണ് ചിത്രം റിലീസിന് എത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക.